പണ്ഡിതന്മാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ MP പ്രേമചന്ദ്രൻ സാറ് പറയേണ്ട കാര്യങ്ങൾ വളരെ ശക്തമായ നിലയിൽ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതെല്ലാം സത്യമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ എന്തിനു വേണ്ടി സമരത്തിന് ഇറങ്ങി? സുഹൃത്തുക്കളെ, ഈ വഖഫ് സ്വത്ത് വഖഫ് ചെയ്യുന്നത് മുസ്ലിമീങ്ങളാണ്. വേറെ ആരും വഖഫ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ മുനമ്പത്ത് എല്ലായിടത്തും ഈ ഏക്കർ കണക്കിന് ആയിരക്കണക്കിന് ഏക്കറുകൾ സംഭാവന ചെയ്തത് മുസ്ലിമീങ്ങളാണ്. അത് മുസ്ലിമീങ്ങൾക്ക് തന്നെ കിട്ടണം, അതിനെ മാറ്റിമറിക്കാൻ പാടില്ല എന്നുള്ള ശബ്ദത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ജനാധിപത്യം ഇവിടെ പുലരണം, വർഗീയത തകരണം, അതിനെ തകർക്കണം. ഇന്ത്യ രാജ്യം മതേതര രാഷ്ട്രമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. ഓരോ മതക്കാർക്കും ഓരോ മതം അനുശാസിക്കുന്ന നിലയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും അധികാരവും അവകാശവും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ നേതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളതോ, ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഈ സമരം നേരത്തെ തൊടിയൊരു സ്ഥാനം പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് ഇതിനോട് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിന് മൊത്തം നാടി നിർത്തിക്കൊണ്ട്, ജനാധിപത്യവാദികളെ കൂടെ നിർത്തിക്കൊണ്ട് പാർലമെന്റ് മാർച്ച് നടത്താൻ ഏതാനും ദിവസങ്ങൾക്കകം ഞങ്ങൾ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുമെന്ന് ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ഞങ്ങളൊന്നും റോഡിൽ ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾ സമരത്തിന് മുമ്പ് ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ സമുദായത്തിന്റെ കാര്യമാണ്. ബാബരി മസ്ജിദ് തകർത്തില്ലേ, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും അവ വിട്ടുകൊടുത്തില്ലേ. അങ്ങനെ ഇപ്പോഴേ വഖഫ് സ്വത്തുക്കൾ നശിപ്പിക്കാൻ വേണ്ടി ഉള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഇവിടെ ജീവിക്കണം. ഇത് മതേതര രാഷ്ട്രമാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി, മതേതരത്വത്തെ രക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വർഗീയവാദികളെ താഴെയിറക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അൽഹംദുലില്ലാ, നേതാക്കൾ പലരുമുണ്ട്. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഞങ്ങൾ ചെറിയൊരു ആഹ്വാനം നടത്തിയപ്പോൾ ഇത്രയും ആൾക്കാർ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് മാർച്ചിലും ഞങ്ങൾ ആഹ്വാനം ചെയ്യും. നിങ്ങൾ എല്ലാവരും അണിനിരക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മുടെ ലക്ഷ്യം അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. നമ്മൾ ഒരിക്കലും അനീതിക്കല്ല, നീതിക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ സ്വത്ത്, നമ്മൾക്കുള്ളത്, നമ്മുടെ നിയമങ്ങൾ അത് നടപ്പാക്കണമെന്നുള്ളതാണ്. റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമരം വിജയിപ്പിച്ചു തരട്ടെ. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.